ഒക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ പൈപ്പ് വന്ന് നിൽക്കും. അപ്പൊ VP ബ്രിക്ക് ആണെങ്കിൽ നമുക്ക് 2 നില വാർത്തും ചെയ്യാം. ഞാൻ നേരത്തെ ഇത് ഓൾറെഡി നല്ല കുറെ എന്താ പറയാ കുറെ മരങ്ങളും കുന്നും നമസ്കാരം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ പാറമേൽപ്പടിയിലാട്ടോ. അവിടെ നമ്മളുടെ VP ബ്രിക്ക് ഉപയോഗിച്ചിട്ട് 2 നിലകളിലായിട്ട് ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കണേ. അപ്പോൾ VP ബ്രിക്കാണ്, അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കട്ട വെച്ചിട്ടാണ് ഇവിടെ ഈ വീട് പണി നടക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കയറി വരുമ്പോ തന്നെ ഇവിടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ പ്ലാൻ ഭംഗിയൊക്കെ കാണണമെങ്കിൽ പണി കഴിയുന്നെ വേണം. പക്ഷെ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഇവിടെ VP ബ്രിക്ക് എക്സ്പോസ്ഡ് ആണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? സ്വതവേ നമ്മൾ HP-യിലും FB-യിലൊക്കെയാണ് എക്സ്പോസ്ഡ് ചുമരുകൾ കാണാറ്. കൂടുതലും ഫുൾ തേച്ച് പണിയുന്ന സൈറ്റുകളിലാണ് VP ബ്രിക്ക് പണിയാറ്. ഇവിടെ ആ ഒരു വെർട്ടിക്കൽ ലൈൻസിന്റെ ഭംഗി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഒരു അത്രയും സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് 10 ന്യൂട്ടന് മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ അത്ര അട്രാക്റ്റീവ് ആയിട്ടാണ് അവർ ഈ ബ്രിക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ മാർക്കിംഗ് ഒക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ പൈപ്പ് വന്ന് നിൽക്കുന്നതാണ്. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് പോയിട്ടുണ്ട് ഓൾറെഡി. കട്ട പണിയുന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അത് ഇനിയുള്ള നെക്സ്റ്റ് വർക്കിൽ ഇലക്ട്രീഷ്യന്മാർ വരുമ്പോൾ കട്ട് ചെയ്യാൻ പാകത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ളത്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് ആണ് വരുന്നത്. ഇത് ഓൾറെഡി നല്ല കുറെ എന്താ പറയാ കുറെ മരങ്ങളും കുന്നും മലയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പൊ ഓൾറെഡി നല്ല കാറ്റും ഇതാണ്. പിന്നെ അത് പോരാണ്ട് ഇത് ഈ പ്ലാനിൽ നിറയെ ഓപ്പൺ സ്പേസസും നിറയെ വലിയ വലിയ ഓപ്പണിങ്സ് ഒക്കെയാണ്. ജനലുകളാണെങ്കിലും എല്ലാ ഓപ്പണിങ്സും നല്ല വലിപ്പമുള്ളതും നല്ല വായുസഞ്ചാരമുള്ള രീതിയിലാണ് ഇവിടുത്തെ പ്ലാനൊക്കെ വന്നിട്ടുള്ളത്. പോരാണ്ട് ഇതായിരുന്നു നോക്കി നോക്കൂ, അവിടെ പാടാണ്. ഇതിന്റെ ആ സൈഡ് പാടമാണ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ബ്രിക്ക് കളിമണ്ണിന്റെ ആയതുകൊണ്ട് തന്നെ പാടത്തിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ പണിയാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈവൻ ബീച്ച് സൈഡിലാണെങ്കിൽ പോലും നമ്മൾ പണിയാറുണ്ട്. നമ്മൾ ഇപ്പൊ തൃശ്ശൂർ മറ്റേ കണ്ടശങ്കട്, വാടാനപ്പള്ളി ആ ഭാഗത്തൊക്കെ നമ്മൾ ബീച്ചിന്റെ തൊട്ടടുത്ത് ഒക്കെ നമ്മൾ ഈ കട്ട വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ മുകളിൽ വാർക്കുന്നതിന്റെ തട്ടടിക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ അവിടെ പണി നടക്കുകയാണ്. അപ്പൊ VP ബ്രിക്ക് ആണെങ്കിൽ നമുക്ക് 2 നില വാർത്തും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു പോയാൽ അത്രയും കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ബ്രിക്കാണ്. അപ്പൊ VP ബ്രിക്ക് തന്നെയല്ല, HP ബ്രിക്ക് ആണെങ്കിലും നമുക്ക് മുകളിലേക്ക് 2 നില നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് 3.5 ന്യൂട്ടന് മുകളിൽ 4 ന്യൂട്ടന് മുകളിലൊക്കെയാണ് HP ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. അതിങ്ങനെ ഹൊറിസോണ്ടൽ പെർഫറേഷൻസ് ആണ്. VP എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പെർഫറേഷൻസ് ആണ്. ഇപ്പൊ ഈ ബ്രിക്ക് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഹോൾസ് വരിക VP ബ്രിക്കിന്. ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ പരിക്കനിടുക. ഈ 2 സൈഡിലായിട്ട് പരിക്കനിട്ടിട്ടാണ് ഇതിന്റെ മുകളിലാണ് കട്ട വെക്കുക. അങ്ങനെയാണ് ഈ താഴെ കാണുന്ന എല്ലാ വരികളും പണിതിട്ടുള്ളത്. അങ്ങനെയാണ് മുമ്പ് പണി നടക്കുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അതാ ഇങ്ങനെയാണ് പരിക്കം വെച്ചിട്ടാണ് പണിയുക. ഇങ്ങനെ ഹോളുകളാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പോവില്ല, കണ്ടില്ലേ? പരിക്കനിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ VP ബ്രിക്ക് പണിയുക. അപ്പോൾ VP ബ്രിക്ക് ഉപയോഗിച്ച് പണി നടക്കണ ഒരു സൈറ്റ് കണ്ടു, അതിന്റെ വിശേഷങ്ങൾ കണ്ടു, ബ്രിക്കിന്റെ വ്യത്യാസങ്ങൾ കണ്ടു. നമുക്ക് HP, VP, FB അങ്ങനെ 3 ടൈപ്പിലാണ് പോറോത്തും ബ്രിക്സ് വരുന്നത്. പോറോത്തും എന്ന് പറയുന്നത് വിനോബഗ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. 206 വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ് വിനോബഗ്. നിങ്ങൾക്ക് അപ്പോൾ അത്രയും നല്ലൊരു ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ ചുമരുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. മാക്സിമം ചൂട് കുറവില്, അതായത് നല്ല ചൂടുള്ള സമയത്ത് 7 ഡിഗ്രി വരെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ചൂട് കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ചൂട് കുറവിലും ചെതല് പിടിക്കാണ്ട് പിന്നെ ഈർപ്പൊന്നും പിടിക്കാണ്ട് നിങ്ങൾക്ക് ചുമരുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കട്ട ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്, വിളിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.